മാറാമ്പല് കൂട്ടമണി അടിച്ചോണ്ടാണല്ലോ വരവ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. മാറാമ്പലിന് എങ്ങോട്ടാ? എന്റെ കർത്താവേ, ഞാനതൊക്കെ മറന്നു. നിക്കണം ഞാനുണ്ട്. സുധാര കടയൊന്നും നോക്കണേ. ഞാനുണ്ട്. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഈ പ്രസേന്തി എന്ന് പറഞ്ഞ എന്താ പിള്ളേ? തിന്നണ സാധനം വല്ലാണ്. എന്റെ ഹാജിയാരെ, ഈ പ്രസേന്തി എന്ന് പറഞ്ഞാലേ പള്ളിപ്പെരുന്നാൾ കാശ് മുടക്കി നടത്താൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്നാ. വടക്കേങ്ങാടിൽ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നടാ. അമ്മയുടെ ഇറങ്ങിയ വീഡിയോ ഒഴിപ്പിച്ചോടാ. ഒഴിപ്പിച്ചാന്ന ഒഴിപ്പിക്കാൻ ചെന്നപ്പോ അവര് പറയണേ അടുത്ത കൊല്ലം ഒഴിഞ്ഞോളാന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് അമ്മയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ പിന്നെ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട വല്ല കാര്യമുണ്ട്, ഒഴിയാതെ പറ്റുകയെന്ന്. അപ്പൊ അവര് പറഞ്ഞു അന്നാലേ ഞങ്ങൾ ഇപ്പൊ പറയണ അടുത്ത കൊല്ലം ഒഴിഞ്ഞോളാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒഴിഞ്ഞാന്ന ഒഴിപ്പിച്ച്. എന്നാ ഇനി തെക്കേങ്ങാടിക്കാരെ കൂടെ ഒന്ന് ഒഴിപ്പിക്കടാ. ശരി ശരി. അച്ചോ ഈശോ വിശയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ എപ്പോഴും തരാൻ നോക്കല്ലേ, കാണുമ്പോഴൊക്കെ തരാം. എവനെന്താ കുർബാന കൈക്കൊള്ളുകയാണ്? അല്ല മുളച്ച പുലിക്കാട്ടുകാർക്ക് സിമിത്തേരിയിൽ കല്ലറ വല്ലവഴി ഉണ്ടെന്ന് ചോദിച്ചാൽ മോനെ ബ്രിട്ടോ, അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങല്ലേ? തൂക്കി വെക്കാൻ പഞ്ഞി ഷൂസും ഒക്കെ മേടിച്ചിട്ടുണ്ടോ? നമുക്ക് കാണാം. എന്നാ വാവാക്കും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. പുലിക്കാട്ടിലേത് പൂച്ചക്കും വരാം. വാ വാ വാടോ. ഞാനുണ്ടോ? പാടില്ല. കയ്യാങ്കിലേക്ക് വെച്ചോ. വാടാ തെക്കേങ്ങാടിയിലെ എല്ലാ പുലിക്കുട്ടികളും തോറ്റു കഴിഞ്ഞു. ഈ കൊല്ലത്തെ പെരുന്നാള് ആർക്കാണെന്ന് പ്രഖ്യാപിക്കച്ചോ. ഇക്കൊല്ലത്തെ അമ്പ പെരുന്നാൾ വടക്കേങ്ങാടിക്കാർക്ക്. നീ ആനയെ കുളിപ്പിച്ചോണ്ട് പെട്ടി സാധനങ്ങൾ താത്തു വെക്കണ. ശരി. എടാ മറ്റവന്മാരെ, ഈശോമറി യോസേപ്പേ എസ്റ്റേറ്റിന്ന് എത്തിയോ? ചെവി പഞ്ഞു വെച്ചോ, ഇന്ന് തെറിയുടെ പൂരായിരിക്കും. അയ്യോ, എവിടെയാണ് നിന്റെയൊക്കെ മാപ്പിളമാര്? അച്ഛൻ ഷേവ് ചെയ്തോണ്ടിരിക്കുക. അവന് പറ്റിയ പണി അതൊക്കെ തന്നെയാ. ഞാൻ അങ്ങാടിയിൽ അവനൊരു പുതിയ കടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വടക്കേങ്ങാടിക്കാര് മൊത്തം അവൻ ചേരക്കട്ടെ. വടക്കേങ്ങാടിക്കാര് പെരുന്നാൾ കൊണ്ടുപോയി ആൻഡോച്ചൻ എന്ത് പഠിച്ച്? എടീ വക്കീല് പണി നിന്റെ കെട്ടിയവൻ പോളച്ചനല്ലേ, നിനക്കല്ലല്ലോ. എന്റെ മോള് വെറുതെ ലോ പോയിന്റ് എടുത്ത് അപ്പനെടുത്ത് കടുക് വറക്കാൻ നിക്കല്ലേ. അതേ വരുന്നു പൊണ്ണാപ്പി. എടാ ഏതായാലും നീ ചെരച്ച് ആ മീശം കൂടെ അങ്ങോട്ട് ചെരച്ച് കളയടാ.
എന്നിട്ട് സാരി എടുത്തോണ്ട് കുരിശുകൂട്ടുകാരെ മുറ്റമടിക്കാൻ പോ ആണാന്നും പറഞ്ഞ് നടക്കുന്നു. അപ്പൊ നോക്കിയോ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് മനസമാധാനത്തോടെ നടത്തില്ല. പെരുന്നാൾ നമ്മൾ പൊളിക്കും. പിന്നെ ഒലത്തും. നിനക്ക് ആ വാവയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരായിരിക്കും. എടാ, അവൻ ഇപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. പണ്ടൊന്ന് കിട്ടിയതിന്റെ അനുഭവം വെച്ച് പറയുന്നതാ. എന്റെ മോൻ വെറുതെ നെഞ്ചും കൂടി തകർക്കാൻ പോണ്ട. അപ്പൻ ആളെ ഇറക്കും, അവനെ മറിക്കാൻ പറ്റിയ കൊമ്പന്മാരെ ഇറക്കും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് നടത്തണമെങ്കിൽ നടത്തട്ടെ, വെറുതെ എന്തിനാ വഴക്കിന് പോകുന്നത്? എടാ ആൻഡോച്ചാ, എന്തോ? ഇവിടെ നീ തൊഴിക്കുവോ അതോ ഞാൻ തൊഴിക്കണോ? ഇവളെ ഞാൻ കേറി പൊടിയാത്ത. നീ പൊടിയാത്ത്. ആ പിശാചു മോറികള്. ആടാ, എന്താപ്പാ ഇന്നല്ലേ ആ മീൻചന്തലെ തല്ല് കേസിന്റെ വിധി? അതെ, ഈ കേസിലെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ പോളച്ചൻ വക്കീലെ ഇന്ന് ഞാൻ കൊല്ലും. ആ ഒരിടത്ത് പോത്തമ്പാവ, ഇവിടെ 2 വെട്ടുപോത്തുകളും. അപ്പ എത്തിയിട്ടുണ്ട്. എന്റെ മാലാഹ കുഞ്ഞും ആ കുട്ടിപ്പിശാചും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മോനെ പോളച്ചൻ വക്കീലേ, കേസിൽ നമ്മൾ ജയിച്ചോടാ. കേസാവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പൊ തോറ്റൂന്ന് സാരം. എടാ, നീ പഠിച്ചത് ഇവള് പഠിച്ചത് ഒരേ പുസ്തകം തന്നെയല്ലേ? എന്നിട്ട് ഒരു കേസിലെങ്കിലും ഇവിടെ തോപ്പിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോടാ മരക്കിഴങ്ങ? എന്നാ ചൂടാടിയത്? നിനക്കൊന്ന് ആരിയിട്ട് കൊണ്ടുവന്നൂടെ? അതേടാ, ചൂട് കൂടുവടാ, ചൂട് കൂടും. കേസിൽ തോക്കുമ്പോ ചൂട് കൂടും. കൊച്ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ല ആർഗ്യുമെന്റ്സ് ആയിരുന്നു. പലപ്പോഴും ഞാൻ വെള്ളം കുടിച്ചു പോയി. പിന്നെ എന്റെ ദൈവാധീനം കൊണ്ട് തെളിവുകൾ എനിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചതും കുരിശ് വീട്ടിൽ വാവയെ കോടതി വെറുതെ വിട്ടതും. തേയിലയും ചെമ്മീനും കച്ചവടം നടത്തുന്ന അപ്പന് ഇന്ത്യൻ പീനൽ കോഡിലെ ലൂപ്പ് ഹോളിനെ കുറിച്ച് വല്ലതും അറിയാവോ? അതേടാ, അപ്പൻ ചെമ്മീനും തേയിലയും വിറ്റ് അങ്ങ് താഴേന്ന് വന്നതാ. അപ്പനെ ഈ വയസ്സുകാലത്ത് പൊന്നുമ്പോ നിയമത്തിന്റെ ഹോൾ പഠിപ്പിക്കാൻ വരല്ലേ? എടാ കിഴങ്ങേശ്വര, ആ പീനൽ കോൾ അറിയത്തില്ലെങ്കിലും നിന്റെ പൈനൽ കോൾ എനിക്കറിയാം. ചവിട്ടിയാൻ നടുപൊടിക്കും. അപ്പനൊന്നും മിണ്ടായിരുന്നേ. അല്ല പിന്നെ തോറ്റം വന്ന് ചൊറിയുന്നത് കണ്ടില്ലേ? മോൻ തോറ്റാലും മോള് ജയിച്ചില്ലേ? അവളെ കൊണ്ടാകാവുന്ന പണി അവളും തന്നേച്ചു പോയി. മോളെ, നീ വക്കീല് പണിയിൽ മിടുക്കത്തിയായി കാണുന്നതിൽ അപ്പന് സന്തോഷമുണ്ട്. പക്ഷേ നിന്റെ ഓരോ മിടുക്കിലും അപ്പന്റെ ശത്രുക്കളാ വളരുന്നത്. അവരൊക്കെ എന്നാ ശത്രുക്കളായത്? നമ്മൾ പാട്ടത്തിനെടുത്ത കൃഷിഭൂമി സംബന്ധമായ കേസും തർക്കമൊക്കെ തുടങ്ങിയതിനു ശേഷമല്ലേ? അതിനു മുൻപ് ഒരേ കുടുംബം പോലെ കഴിഞ്ഞവരാ. ആവശ്യമില്ലാത്ത തർക്കവും മത്സരമൊക്കെ തുടങ്ങി അതിപ്പോ അങ്ങ് പള്ളി പെരുന്നാൾ വരെ എത്തി. സത്യം പറഞ്ഞ പുലിക്കാട്ടിലെ പെണ്ണ് കുരിശു വീട്ടുകാരുടെ കുടുംബ വക്കീലായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ. നീ ഇനി അവിടുത്തെ കേസൊന്നും എടുക്കാൻ പോണ്ട. അതെങ്ങനെ വല്യേട്ടാ? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ വക്കീലമ്മയുടെ ജൂനിയർ ആയിട്ടാണ്. എനിക്ക് സ്വതന്ത്രമായി കേസ് വാദിക്കാൻ അവസരം തന്നതും വക്കീലമ്മയാ. വക്കീലമ്മയുടെ കെയർ ഓഫിലുള്ള എല്ലാ കേസുകളും ഇപ്പൊ കൈകാര്യം ചെയ്യുന്നതും ഞാനാ. കുടുംബ വഴക്കിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരാൻ എനിക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരാ. അത് അവള് പറയുന്നത് ന്യായമാ. അഡ്വക്കേറ്റ്സിന്റെ പ്രൊഫഷൻ അങ്ങനെയാ. അച്ചാരം വാങ്ങുന്നിടത്ത് നിന്ന് പൊരുതണം. എതിര് നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ പൊരുതണം. അവളും അത്രേ ചെയ്യുന്നുള്ളൂ അല്ലേ? പക്ഷെ നിന്റെ കുരിശു വീട്ടുകാർ മത്സരം ജയിച്ചെങ്കിലും ഇത്തവണ പള്ളി പെരുന്നാൾ നടത്തുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ വക്കീലമ്മ ഞങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നത് നീ കണ്ടോ? വക്കീലമ്മ മുട്ടുകുത്തുന്ന കാണണമെങ്കിൽ കൊച്ചേട്ടൻ പള്ളിയിലെ കുർബാനയുടെ നേരത്തെ അങ്ങോട്ട് ചെന്നാൽ മതി. അല്ലാതെ അവരെ മുട്ടുകുത്തിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനുള്ള വകുപ്പൊക്കെ കണ്ടുവച്ചിട്ട് തന്നെയാണ് നിന്റെ കൊച്ചാട്ട മീൻ പിളക്കുന്നത്. അതെന്താടാ? അപ്പൊ അത് എതിർഭാഗം വക്കീലൊന്ന് അപ്പുറത്തേക്ക് പോയാട്ടെ. ഇവിടെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ തന്നെ ഈ ന്യൂസ് കൊണ്ട് അപ്പുറത്ത് കൊടുക്കും. വകുപ്പുകളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.